നമ്മുടെ നാട്ടിൽ ആ ഒരു പരിപാടി പൂർണ്ണമായും ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ആ പരിപാടി നടത്തിയത്. അപ്പോൾ ആ പരിപാടിയുടെ ദിവസം അഥവാ വലിയ പരിപാടിയാണ്, ഉസ്താദന്മാരെ ആദരിക്കുന്ന പരിപാടിയാണ്. ഞാൻ ഇരു സംഘടനയിലെയും ഉസ്താദന്മാരുടെ അടുത്ത് ദർസ് പഠിച്ചിട്ടുണ്ട്. അഥവാ AP, EK, ദക്ഷിണ 3 ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പം മദ്രസ മുതൽ പഠിപ്പിച്ച എല്ലാ ഉസ്താദന്മാരെ ആദരിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആ പരിപാടി മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്. ഉസ്താദന്മാരുടെ വിഷയം വരുമ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, അന്ന് ആ കോളിൽ സംസാരിക്കുന്ന ഒരു ഓഡിയോ കൂടി ഇങ്ങനെ പ്രചരിച്ചുകൊണ്ട് അതില് കുറ്റം പറയുന്ന വിഷയമാണ് ഏറ്റവും കൂടുതൽ ചർച്ച നടന്നത്. അപ്പൊ അതിലേക്ക് ഞാൻ വരികയാണ്. അപ്പൊ ഈ ഒരു പരിപാടി നാട്ടിൽ നടത്തിയപ്പോൾ ഞാൻ എല്ലാവരോടും വീണ്ടും പറയാണ്, ഒരു പച്ച ഷാൾ ഇട്ടെന്ന് പറഞ്ഞോ, തലപ്പ ധരിച്ചെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ കുറെ മോതിരം ധരിച്ചെന്ന് പറഞ്ഞോ നമ്മൾ ആരും പോയി അവരുടെയൊക്കെ കൈ പിടിക്കരുത്. എല്ലാവരെയും നമ്മൾ കയറി കാണുന്ന വേഷം കെട്ട് കണ്ടിട്ട് എല്ലാവരും വലിയ ആലിമ്യങ്ങളാണെന്നും കരുതരുത്. അപ്പം ഞാൻ ഒരു മക്കാവിൻ്റെ സിയാറത്തിന് പോയ സമയത്ത് ഇങ്ങനെ വലിയ തലപ്പൊക്കെ കെട്ടി ഒരു പച്ച ഷാളൊക്കെ ഇട്ട് വലിയ സംഭവമായിട്ടിരുന്ന ഒരാൾ. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ നടത്താൻ പോകുന്ന ഈ പരിപാടിക്ക് അദ്ദേഹത്തിനെ ഈ പരിപാടിക്ക് വലിയ ഷെയ്ഖായിട്ട് കൊണ്ടിരുത്തണമെന്ന്. അപ്പം ഇദ്ദേഹം ശരിയത്തുള്ള ആളല്ല. നമ്മുടെ ഏതൊരാളെ കണ്ടു കഴിഞ്ഞാലും ഞാൻ ആദ്യം നോക്കുന്നത് ശരിയത്തുണ്ടോന്നാണ്. അപ്പം നമസ്കാരമില്ലാത്ത ഒരാളെ എങ്ങനെ കൊണ്ടോ നമ്മുടെ പരിപാടിക്ക് ഇരുത്തും. അപ്പം ഞാൻ അദ്ദേഹത്തിനെ കൊണ്ടുവന്നിരുത്തത്തില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്നെ ആ വേദിയിൽ കയറ്റത്തില്ലെന്നും എന്നെ നശിപ്പിച്ച് കളയുമെന്നും അങ്ങനെ എന്നോട് പല രീതിയിലും പരിപാടി നടക്കുന്ന ഒരാഴ്ച മുമ്പായി എന്നോട് പറയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിൽ നിന്നാണ് എനിക്ക് സിഹറേറ്റിട്ടുള്ളത്. അങ്ങനെ സിഹറേറ്റെങ്കിലും സിഹറേറ്റ് ഞാൻ അടിച്ച് താഴെ വീണ് ശരിക്കും സിഹറുണ്ട് എന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരു സമയത്ത്. കാരണം എനിക്ക് സിഹറേറ്റിട്ടാണ് അങ്ങനെ കുറച്ച് വിഷയങ്ങൾ ഉണ്ടായത്. കാരണം ഒരുപാട് ആലിമീങ്ങൾക്ക് വരെ സിഹറേറ്റ് ഫുള്ള് 100% പൂർണ്ണമായും അൽഹംദുലില്ലാഹ് എന്റെ സിഹറൊക്കെ ബാത്തിലായി. സിഹർ ബാത്തിലായത് തന്നെ മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ വിളിച്ചിട്ടാണ്. എല്ലാവരുടെയും ബിദഅത്തുകാരുടെയൊക്കെ സംശയമാണ്. ഒരുപാട് മുജാഹിദുകാരുണ്ട്, നിങ്ങൾക്കൊക്കെ സുന്നി ആവാൻ പറ്റിയ പൂർണ്ണ ഒരു അവസരമാണ്. കാരണം 800 ദിവസമായിട്ട് പൊതുവായിട്ടൊരു വേദിയിൽ പരിപാടി നടത്തിയിരുന്ന ഞാൻ സ്വയബോധത്തിൽ നിന്ന് മാറി വേറൊരു രീതിയിൽ സംസാരിക്കുകയും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ എൻ്റെ വിഷയം ചർച്ച ചെയ്യുകയും ചെയ്തു. അപ്പൊ എൻ്റെ ഈ ഒരു സിഹർ ബാത്തിലാക്കി തന്നത് മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളാണ്. കാരണം കുത്തുബിയത്ത് 2 കുത്തുബിയത്താണ് എൻ്റെ വീട്ടിൽ, ഒന്ന് വീട്ടിലും ഒന്ന് ഓഫീസിലും നടത്തി. കുത്തുബിയത്ത് ചൊല്ലി മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളെ വിളിച്ചത് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ സിഹർ അത് ബാത്തിലാക്കി തന്നു അല്ലേ. പിന്നെ മറ്റേ ഈ ക്ലിപ്പിലകത്ത് നിങ്ങൾ പറയുന്ന സമയത്ത് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ 3 ഏക്കർ സ്ഥലമൊക്കെ വാങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഈ സത്യത്തിൽ 3 ഏക്കർ സ്ഥലം വാങ്ങാനുള്ള പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ ശരിക്കുള്ള സംഭവം? 3 ഏക്കർ നമ്മളെ കുറച്ച് സാധാരണക്കാരായ ചെറിയ മുത്താലിമീങ്ങളാണ്. നമ്മളൊക്കെ പഠനം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും.